എന്താ പരിപാടി? കാലത്തഞ്ച് ഒരു വലിയൊരു സാധനം പിടിച്ചിട്ട് കണ്ടിട്ടുണ്ടല്ലോ പരിപാടി. പരവളങ്ങ തീയൽ വെക്കുക. തീയല തീയല് പറയുന്നത് അല്ലെങ്കിൽ തീയിൽ തന്നെ വെക്കുകയാണ് അടുത്ത ആള്. പുതിയ ഇന്ന് പടവളങ്ങ തീയലാണ് വയ്ക്കുക. പടവളങ്ങ മാത്രമല്ല ഉരുളക്കിഴങ്ങ്. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നത് വെച്ചാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഫേസ്ബുക്കിലാണെങ്കിൽ ഫോളോ ചെയ്യുക. വീഡിയോ മുഴുവനായിട്ട് കാണുന്ന എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. ഒന്ന് ഇത് മുറിച്ചെടുക്കത്തെ പൊടോടിങ്ങ കാബേജ് തോരണം. ശരി, അപ്പോൾ ഇതൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കി നുറുക്കിയിട്ട് കാണിക്കാം. ഓക്കെ. ഞങ്ങളൊക്കെ ഒരു വലിയ ഉള്ളി, ഒരു ഉരുളക്കിഴങ്ങ്, ഒരു ചെറിയ പടിവളങ്ങി ഇതും കൂടിയിട്ട് മുറിച്ചിട്ട് വേവിക്കാൻ വെക്കാം. ശരി, കഴുകിയതാണ് കേട്ടോ. ലേശം ഉപ്പിടുക. ഉപ്പ് കൊടുത്തു. കുറച്ച് മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കുക. മഞ്ഞപ്പൊടി 1/2 സ്പൂണ് മഞ്ഞപ്പൊടി ഇട്ട് കൊടുത്തു. കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുക. വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഒന്ന് അടയ്ക്കുക. കുക്കറിൻ്റെ മൂടിയാണ്. എന്നിട്ട് ഒന്ന് കത്തിക്കുക. അടച്ച് വെച്ച് കേട്ടോ. എന്നിട്ട് അരപ്പൊന്ന് തയ്യാറാക്കുക കേട്ടോ. കുറച്ചെണ്ണ, നോൺ സ്റ്റിക്ക് പാനാണെങ്കിൽ എണ്ണ വേണ്ട കേട്ടോ. എണ്ണ ഒഴിവാക്കാം. ഇത് എൻ്റെ അനിയത്തിൽ ചെയ്തിട്ടാണ്. ഇത് നോ സ്റ്റിക്കാണ്. അതുകൊണ്ടാണ് നോൺ സ്റ്റിക്കിലാണെങ്കിൽ വെറുതെ എണ്ണ നന്നായല്ല, തേങ്ങ മുറിച്ചെടുത്താൽ മതി. ഇത് നമ്മുടെ ചീഞ്ചട്ടി. ഇത് നമ്മുടെ സാധാ ചീഞ്ചട്ടിയാണ്. അപ്പോൾ അതൊക്കെ ഇങ്ങനെ വരുള്ളൂ. ചിക്കനോ ഇതിൽ ഒരു മുറി ചെറിയ തേങ്ങ കേട്ടോ. തേങ്ങ ഇത് വരും. അതിൻ്റെ ഒരു കഷ്ണം കിടങ്ങ പോയിട്ടാണ്. അതൊക്കെ ഉണ്ടാവും. നന്നായി വറുക്കണം. ഇതാക്കി ആയില്ലേ തേങ്ങ നന്നായി വറുത്തെടുത്തു. അതിലേക്ക് മുളക് പൊടി, കുറച്ച് മുളക് പൊടി, ഒരു 1.5 സ്പൂൺ മുളക് പൊടി. എൻ്റെ സ്പൂണ് കാണാമല്ലേ, പുതിയ പോണുണ്ട്. 1 സ്പൂണ് മല്ലിപ്പൊടി ഇളക്കുക. ഓഫ് ചെയ്യാം. മതി, ഇത്രയേ ഉള്ളൂ. ഇനി അത് ഒന്ന് അരച്ചെടുക്കാം അല്ലേ? ചൂടാറിയിട്ട്. അപ്പോൾ അതൊന്ന് വറുത്ത് വെച്ചത് അരയ്ക്കാൻ മതി. പുളി, നെല്ലിക്ക വലിപ്പത്തിൽ പുളി അതിലിട്ട് അരയ്ക്കാനാണ്. കൂടിട്ട് അരയ്ക്കാനാണ്. ഒന്ന് അരച്ചിട്ട് വെച്ചേട്ടാ. ഓക്കെ. നമ്മുടെ എന്താ എന്തായി? നമ്മുടെ കഷ്ണമൊക്കെ വെന്തു കേട്ടാ. കഷ്ണമൊക്കെ വെന്തു. ഇനി നമ്മുടെ പുളിയും തേങ്ങയും കൂടി അരച്ചത് ഇട്ട് കൊടുക്കട്ടെ. അടക്ക്. സാമ്പാറിനുള്ള അരപ്പ് പോലെ ഉണ്ട് കാണുന്നത്. തീയലാണത്. തീയൽ എന്നുവെച്ചാ നന്നായി ഒന്ന് തിളക്കട്ടെ കേട്ടോ. ചാറിന് കുറുകി വരട്ടെ. ഇത് കൂട്ടാൻ ആയിട്ടാ. നന്നായിട്ട് ചാറൊക്കെ കുറുകി വന്നത് ഇറക്കി വയ്ക്കാം. താളിച്ച് ഒഴിക്കട്ടെ കേട്ടോ. ചട്ടി വെച്ച് നമ്മുടെ പടവലങ്ങ തീയൽ. ലേശം വെളിച്ചെണ്ണ ഒഴിക്കുക. ഇത് ചട്ടി ചൂടാകാനാ പാട്. ഇനി വെളിച്ചെണ്ണ ഒഴിക്കുക. വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. കടുക് ഇട്ട് കൊടുക്കുക. ചൂടാവണ്ട എണ്ണ ചൂടാവട്ടെ. ഇട്ട് കൊടുക്കട്ടെ കേട്ടോ. ഇടപെടേ കൊണ്ട് പൊട്ടി. അതിലേക്ക് 2
വറ്റൽമുളക്, കറിവേപ്പില, കുറച്ച് ചെറുള്ളി, ചെറുള്ളി മാറുന്നു, അല്ല മാറുന്നു. താളിപ്പ് എൻ്റെ തീയൽ റെഡിയായി. സൂപ്പർ തീയൽ. ഇനി നമുക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കുക. എണ്ണ ചൂടാവട്ടെ. മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കുക. ക്യാബേജിന് കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക. പിന്നെ നമ്മുടെ സവാളയും 2 പച്ചമുളക് 2-3 പച്ചമുളകും കൂടി ഇട്ട് ഇതെല്ലാം ഇട്ട് കൊടുക്കുക. എല്ലാം കൂടി ഉണ്ട്. തിരുമ്പിയെടുത്ത അതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് ഇറങ്ങും. ജ്യൂസ് തിരുമ്പി പീസാക്കി എടുക്കുക. തിരുമ്പി ഇതാക്കി എടുക്കുക. എണ്ണ കൂടെ ലേശം കടുകിട്ട് കൊടുക്കുക. കറിവേപ്പില ഇട്ട് കൊടുക്കുക. അതിനുവേണ്ടി കറിവേപ്പില മുളക് കൊടുക്കുക. മുളക് കേവേജ് എല്ലാം കൂടി തിരിഞ്ഞത് മൂടി വെച്ച് കഴിക്കട്ടെ. ഒന്ന് അടച്ച് വെച്ച് വേവിച്ചാൽ അടച്ച് വെച്ച് വേവിക്കട്ടെ. കേബേജ് പോരെ കൈ മാറ്റി. കേബേജ് ഇട്ട് റെഡി ആയിട്ടാ. തീ ഓഫ് ചെയ്യാം. ചൂട് ചോറും തലയിട്ട് തരാം. കണക്ക് എപ്പോഴും ചൂട് ചോറാണ്. രാവിലെ വെച്ച് ചൂട് ചോറ് കഴിഞ്ഞിട്ടില്ലേ? നന്നായി ചോറെടുത്താ? ചോറെടുത്തു. 2 ആൾക്ക് ചോറെടുത്തു. ഇതാ നമ്മുടെ പടവലങ്ങ. എനിക്കെല്ലാം കുറച്ച് എന്തത് എല്ലാം കുറച്ചാണ് പാകത്തിന് വേണം. അവൾക്കിത് ഉരുളക്കിഴങ്ങ് വേണ്ടല്ലോ. അതെ, കൂടുതൽ ചാറ് പിന്നെ ഉപ്പേരി കൊണ്ടുപോ. ഇതെങ്ങോട്ട് കേട്ട്. ആ അച്ഛനെ ഇരിക്കേ. എൻ്റെ കയ്യല്ല അഴുക്കി വേഗം. ആവി ഇങ്ങനെ പോണതാ. ചൂട് എന്നും ചോറാണ് കാലത്ത് മിക്ക ദിവസം. എന്താ വെച്ച് കഴിഞ്ഞാൽ ഉച്ചയ്ക്ക് ചോറ് കൊണ്ടുപോകണ കാരണം എല്ലാം കൂടി നടക്കില്ല. അപ്പോൾ എങ്ങനെയുണ്ട് എൻ്റെ തീയൽ? അടിപൊളി, സൂപ്പർ തന്നെ. വെച്ചതുകൊണ്ട് പറയല്ല, നന്നായിട്ടുണ്ട്. ഉണ്ണി പറയണ്ടേ അഭിപ്രായം? നമുക്ക് വായിലേക്ക് വല്ല ഇറക്കാൻ പറ്റും നോക്കണം. സാമ്പാർ തീയൽ ഒഴിച്ചേറിയെന്നൊക്കെ പറയാം അതിനെ. സാമ്പാറിൻ്റെ പോലെ ടേസ്റ്റ് ഉണ്ട്, നന്നായി. അപ്പോൾ എല്ലാവരും എൻ്റെ ഈ കറി വെച്ച് നോക്കുക. ക്യാബേജ് തോരനും സൂപ്പറാണ്. ക്യാബേജ് തോരൻ തേങ്ങ ഇട്ടിട്ടില്ല. തേങ്ങ ഇടാണ്ട് സൂപ്പറാണ്. അപ്പോൾ സിമ്പിൾ കറി. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും. നമസ്കാരം. അപ്പോൾ ഞങ്ങളെല്ലാവരും കഞ്ഞി കുടിച്ചിട്ട് അവരവരെൻ്റെ വേണ്ട നിങ്ങളുണ്ടോളൂ, എനിക്ക് വേണ്ട. നിങ്ങളുടെ ഒരു ഭയം ഒന്നും അറിയില്ല എനിക്ക്.